ഫാഷൻ ഹാവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ വെച്ചാണ് വീഡിയോ എടുക്കുന്നത്. ഷോപ്പിലേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കാരണം പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടെന്ന് വിചാരിച്ച് ഞാൻ ഷോപ്പിൽ നിന്ന് സാധനം വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ല കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. വെറൈറ്റി കളക്ഷൻസ് ആണ്, ബുട്ടീക്ക് സ്റ്റൈൽ കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒരുപാട് നാളായി എല്ലാവരും റോംബർ കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ റോംബർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഒരു സാമ്പിൾ പോലെ ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമ്മൾ റോംബറിൻ്റെ പുതിയ പുതിയ കളക്ഷൻസ് ഉടനെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മിസ് ചെയ്യാണ്ട്, അതായത് സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കുക. എന്നാലാണ് നമ്മൾ എന്തെങ്കിലും മെറ്റീരിയലിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ എല്ലാ കാര്യവും വീഡിയോയിൽ തുറന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ദൈവത്തെ ഓർത്ത് കേൾക്കരുത്. നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ റിട്ടേൺ പോളിസി ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വേണമെങ്കിൽ സ്പീഡ് കൂട്ടി കണ്ടോളൂ, എന്നാലും സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അപ്പോൾ നമ്മുടെ ഗിവ് അവേസിൻ്റെ കാര്യം ആരും മറക്കരുത്. ഗിവ് അവേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ള ആൾക്കാർ അതൊന്ന് വെയർ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരു മാസം സമയം ഇതിന് എന്ന് മേടിച്ചതാണെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ അതിട്ടിട്ടുള്ളതിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരാം. ഒരു ഹാപ്പി കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അയച്ചു തരാം. ആ അയച്ചു തരുന്ന ആൾക്കാരിൽ നിന്ന് നറുക്കിട്ടാണ് നമ്മൾ ഒരാളെ വിന്നറായിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിൽ നമ്മുടെ ഷോപ്പിൻ്റെ റിവ്യൂ ഇടുക. അതായത് നമ്മൾ ലിഗീസ് ഫാഷൻ ആണെന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഷോപ്പ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അതിനകത്ത് നിങ്ങളുടെ സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് റിവ്യൂ ഇടുക. റിവ്യൂസ് നമുക്ക് കുറച്ച് പേരൊക്കെ റിവ്യൂ അയച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വായിച്ചായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പം നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ റിവ്യൂസ് അതിനകത്ത് രേഖപ്പെടുത്തുക. ആ റിവ്യൂസ് രേഖപ്പെടുത്തിയതിൽ നിന്നും ഒരാൾ നമ്മൾ വിന്നറായിട്ടാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് റിവ്യൂ ചെയ്യാം. ഇനി അല്ല വേറെ ഹസ്ബൻഡിന് വേണമെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാമെന്നൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങളുടെ റിവ്യൂസിന് അനുസരിച്ച് നമ്മൾ മൊത്തത്തിൽ അതിൽ നിന്ന് സ്ക്രോൾ ചെയ്തായിട്ട് ഒരാളെ വിന്നറായിട്ട് സെലക്ട് ചെയ്യായിരിക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ അതും ഒന്നും എല്ലാവരും മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഈ റോംബറാണ്. ഇത് ഇച്ചിരി എന്താ പറയുക, ഒരു പ്രീമിയം ലെവലിൽ വരുന്ന റോംബറാണ്. ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് നല്ല ലെവൽ റേഞ്ചിൽ വരുന്ന ഒരു ഐറ്റം. അത് കഴിഞ്ഞ് നമുക്ക് സാമ്പിൾ ഇപ്പോൾ വീണ്ടും റോംബറിലേക്ക് കടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിടന റോംബർ ഒന്ന് നിന്ന് പോയതാണ്. ആ പഞ്ചറക്കും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് കയറി വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ റോംബറിലേക്ക് കയറിയിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു റോംബറാണ്. ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ടോ, ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ കാണാൻ നല്ല രസമുള്ള ഒരു നെക്കാണ്. ഇത് വന്നിട്ടുള്ളത് ഒരു മെറൂൺ കളറാണ് കേട്ടോ, ഒരു റെഡിഷ് മെറൂൺ. റെഡും അല്ല മെറൂണും അല്ല. മെറൂൺ എന്ന് പറയുമ്പോൾ അത്ര ഡാർക്ക് അല്ല, റെഡിൻ്റെ അത്ര ബ്രൈറ്റും അല്ല, അങ്ങനത്തെ ഒരു കളറാണ്. ഇത് ഇന്നറാണ്, ഇവിടെ വരെയുള്ള ഇന്നറാണ്. അതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്ത ഒരു പഫിൻ്റെ സ്റ്റൈലിലേക്ക് വന്നേക്കണം. എന്നാൽ ഒരു പഫ് എന്ന് പറയാനും പറ്റില്ല, അത്ര ഉന്തി നിൽക്കണ പഫ് അല്ല, അങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് നമ്മൾ പുറമെ കൂടെ ഇടുന്നതാണ്. ഇവിടെ ഓവറോൾ ഒരു വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു ഓപ്പണിംഗ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിനൊരു വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റൈലിലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റോംബറാണ് കേട്ടോ വരുന്നത്. കാണാൻ നല്ല രസമുള്ള ഒരു പ്രിൻ്റാണ്. ഈ ഒരു കളർ ഷെയ്ഡ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ബ്ലാക്കും തിരിഞ്ഞുപോയി ഒരു മറൂണിഷ് റെഡും പിന്നെ ഒരു ബ്ലാക്കിൻ്റെ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് മെറ്റീരിയൽ, ഇത് റിംഗിൾ റോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് മെറ്റീരിയൽ ഒരു കോട്ടൻ്റെ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് കേട്ടോ. വൺ സൈഡ് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്നറൊന്നും ഇടണമെന്ന് ഒട്ടും ആവശ്യമില്ല, കാരണം ഇതിനൊരു 47 റേഞ്ചിലേക്ക് ലെങ്ത് ഉണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു കട്ടിങ് ഉള്ളതുകൊണ്ടാണ് ആ റേഞ്ച് കൊടുത്തേക്കണം. അപ്പോൾ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം. സിംഗിളായിട്ട് ഇങ്ങനെ നമുക്കിത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നമുക്കൊരു ഇന്നർ, ഞാനിപ്പോൾ ഒരു കാപ്പറി പോലത്തെ ഒരു പാൻറ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇട്ടില്ല എന്ന് വെച്ചാൽ പ്രശ്നമില്ല, കാരണം നമുക്ക് താഴത്തേക്ക് ഇത്തിരി ലെങ്ത്ത് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത്. എസ് മുതലാണ്. ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് എസ് സൈസ് ആണ് കേട്ടോ. നോർമലി എൻ്റെ സൈസ് എം ആണ്. എം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പാകത്തിനുണ്ടാവും. ചില എമ്മുകൾ ചിലത് കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെയാണ്. ഇത് കറക്റ്റ് ഫിറ്റാണ് എനിക്ക് എസ് സൈസ് എന്ന് പറഞ്ഞാൽ.
ഞാൻ ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇന്നർ തന്നെ ഉള്ളിലത്തെ ഇന്നറിന് ഇച്ചിരിയും കൂടി ലൂസ്, എല്ലാത്തും കുറച്ച് ലൂസ് ടൈപ്പിലാണ് വരുന്നത്. നോർമലിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുണ്ട്. പിന്നെ ഇത് നമുക്ക് ശരിക്കും ഒരു 36-37 റേഞ്ചൊക്കെ കിട്ടണുള്ളൂ. എല്ലാതും അങ്ങനെ തന്നെയാണ്, ഒരു പടിക്ക് മുന്നോട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പം 38 എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 39 ഇടാം, അത്രമാത്രം. എന്നാലും ഞാൻ അതിന് സജസ്റ്റ് ചെയ്യില്ല, കാരണം സൈസിൻ്റെ കേസിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൈസ് നോക്കി തന്നെ മേടിക്കുക. ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ എപ്പോഴും ഞാൻ പറയുള്ളൂ, കാരണം വേണമെങ്കിലൊന്നും നമുക്ക് ഷേപ്പ് ചെയ്താൽ മതിയല്ലോ. ഇനി എടുത്തിട്ട് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അയ്യോ ഞങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളിത് തിരിച്ചെടുക്കാമെന്ന് ചോദിച്ചാൽ നമുക്കത് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, സൈസ് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ എസ് സൈസ് മുതൽ XL വരെയാണ്. XXL ഇതിന് അവൈലബിൾ അല്ല. എസ്, M, L, XL, XXL. ഓക്കെ, ഞാൻ എൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. പുറകിൽ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, നമുക്ക് തല വഴി കടത്താൻ മാത്രം. പുറകിലേക്കും ഇതേപോലെ തന്നെ ഗ്യാദേഴ്സ് പോലെയാണ് പോയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇന്നർ വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് M സൈസിൻ്റെ ആണ്. അതിൻ്റെ ഇച്ചിരി വലുപ്പമുണ്ടോ അങ്ങനെ കേട്ടോ. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ വരും, പുറകു വശം ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇനി റോംബർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഇന്നേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റി ഇടാം. അപ്പോൾ റെഡിൻ്റെ കൂടെ തന്നെ ഇടണമെന്ന് യാതൊരു നിർബന്ധമില്ല, കാരണം ഇത് ബ്ലാക്ക് ആണ് ബേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോവും. റോംബർ നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ്. ഫുൾ വുഡൻ ബട്ടൺ കൊടുത്തിട്ട് താഴേക്ക് ഇതാ ഇങ്ങനെ ഒരു ഓപ്പണിങ് കൊടുത്താണ്. ഉള്ളിൽ നമുക്ക് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരും. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എലഗൻറ്റ്, ഭയങ്കര രസമായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളർ കോമ്പിനേഷനും ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇതൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല പാറ്റേണും ആണ് കേട്ടോ. ഞാൻ കത്തി വെച്ച് നിങ്ങൾ ബോറടിപ്പിക്കുന്നതല്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എസ് മുതൽ XL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 799 ആണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത വന്നിട്ടുള്ളത് ഒരു ഇച്ചിരി പാർട്ടി വെയർ ലെവലിലേക്ക് നിൽക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലും പാറ്റേണൊക്കെയാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് മെഷീൻ എംബ്രോയ്ഡറി ആണ്. നല്ല ഹെവി ആയിട്ടാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പോയിട്ടുള്ളത്. നല്ല കട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നെക്കിൻ്റെ പാറ്റേണും കാണാൻ നല്ല രസമുണ്ട്. ഒരു വെറൈറ്റി ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം വരെ ഇച്ചിരി കട്ടിക്കാണ് കേട്ടോ, ഇങ്ങനെ ഒരു കട്ടിക്കാണ് പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് പാറ്റേൺ വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു കോഡ് സെറ്റ് എന്ന് പോലെ പറയാം, കാരണം സെയിം കളറിലുള്ള ബോട്ടം തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടം സ്ട്രേറ്റ് കട്ട് പാൻറ് പോലത്തെ ഒരു പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. സെയിം മെറ്റീരിയൽ തന്നെ. ഇത് മെറ്റീരിയൽ വന്നിട്ട് ഞാൻ എൻ്റെ ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ കൊണ്ടുവരാറുള്ള ഒരു മെറ്റീരിയൽ അല്ല, അതിനേക്കാൾ വേറിട്ടൊരു ടൈപ്പ്, ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ള ടൈപ്പാണ്. ഇതിനകത്തൊരു വീവിങ് പോലെ ലൈൻസ് പോലെയാണ് നിങ്ങൾക്ക് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ എക്സാക്റ്റ് എന്താണ് ഒരു മെറ്റീരിയൽ എന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. ലൈനിങ് ഒക്കെ കൊടുത്തിട്ടാണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ച് ടോപ്പിന് ലെങ്ത്ത് വരുന്നുണ്ട്. സ്ലീവ് ആണെങ്കിൽ ഒരു 16.5 റേഞ്ചിലേക്ക് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ മെറ്റീരിയലും ഇച്ചിരി ഗ്ലേസിങ്ങും ഒരു ഇച്ചിരി പാർട്ടി വെയർ ലുക്കിലേക്ക് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഷൈനിങ്ങിൽ നിൽക്കുന്നത് കേട്ടോ. ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതൽ XXL സൈസ് വരെയാണ്. മീഡിയം, ലാർജ്, XL, XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. ആ ഒരു മെറ്റീരിയലും ഇതിൻ്റെ ഒരു വർക്കും കാരണമാണ് ഇത് ഒരു ആ റേഞ്ചിലേക്ക് നിൽക്കണം. ഒരു പാർട്ടി വെയർ കളക്ഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ഞാൻ ഒരു ക്ലോസർ വ്യൂ കാണിക്കാം. ഇതാ ഇതുണ്ടോ മെറ്റീരിയൽ, ഇത് എംബ്രോയ്ഡറി ചെയ്തേക്കണം. നല്ല രസമാണ് കേട്ടോ. ഈ പൂവിൻ്റെ ഒരു വർക്ക് പോയിട്ടുള്ളത് കാണാൻ നല്ല രസമാണ്. ഇവിടെ ഈ ഭാഗം ഇച്ചിരി ഹെവി ആയിട്ട് തന്നെ ഇരിക്കണം, ഇച്ചിരി കട്ടിയിൽ. അത്രയും നല്ല റിച്ച് ആയിട്ടാണ് ആ ഒരു വർക്ക് പോയിട്ടുള്ളത്. പിന്നെ സ്ലീവ് അല്ല എന്താ പറയുക, നെക്കിൻ്റെ പാറ്റേൺ വരുന്നത് ഇതാ ഇങ്ങനെയാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകു വശം ഇതാ ഇങ്ങനെ വരും കേട്ടോ. സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വരും. ബോട്ടം വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക്കിൻ്റെ നടുക്കി കൂടിയും ഒരു സ്റ്റിച്ചിങ് ഒക്കെ പോയിട്ടുണ്ട്. ഇങ്ങനെ വരും. താഴെ ഒരു പടി പോലെ ഇച്ചിരി കൊടുത്തിട്ട് ഇവിടെ ഒരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന് ലെങ്ത്ത് വരുന്നത് 37-38 ആ റേഞ്ചിലേക്കാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത്. ഓരോ M സൈസ് അങ്ങനെ വരുമ്പോൾ ഇച്ചിരി മുന്നോട്ടുണ്ടായിരിക്കും.
അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന എം സൈസാണ്, അതിനേക്കാൾ ഒരു പൊടിക്കും കൂടി ലെങ്ത്ത് ഇതിന് സ്ലീവിന് കൂടുതലുണ്ട്. സ്ലീവിനല്ല, ബോട്ടത്തിന് കൂടുതലുണ്ട്. ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് എൽ സൈസാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. കാണാൻ നല്ല രസമാണ് കേട്ടോ. നമുക്കിതിങ്ങനെ നല്ല ഭംഗിയിൽ വെയർ ചെയ്യാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഷാൾ വെയർ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ എക്സാക്റ്റ് കളർ കിട്ടുമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കളർ കോൺട്രാസ്റ്റ് പോലെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിച്ചാലും നല്ല റിച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. M2XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 999 ആണ്. ഇതിൻ്റെ തന്നെ വേറൊരു കളറും കൂടി വരുന്നുണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ ഒരു കളറാണ് കേട്ടോ. ഇതൊരു വൈൻ ഷെയ്ഡ് എന്ന് പറയാം വേണമെങ്കിൽ. എക്സാക്റ്റ് വൈൻ ആ ഒരു ഷെയ്ഡല്ല, ഒരു വയലറ്റും വൈനൊക്കെ കൂടി ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിന് എക്സാക്റ്റ് വേറെ എന്തെങ്കിലും കളർ ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. കുറേ കളറുകളുണ്ടല്ലോ. ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ നമ്മൾ ലൈലാക്ക്, അങ്ങനെ ഒനിയൻ പിങ്ക്, ഡാർക്ക് പിങ്ക്, അങ്ങനെ ഡാർക്ക് ഒനിയൻ പിങ്ക് അങ്ങനെയൊക്കെ വരുന്നതിൽ മോവ് ആ ഒരു പാറ്റേണിലൊന്നും വരുന്ന ഒരു സാധനമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വയലറ്റും ഒരു വൈനും കൂടി പോലത്തെ ഒരു, വേണമെങ്കിൽ ഒനിയൻ പിങ്കിനും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യാം. അങ്ങനത്തെ ഒരു കളർ കേട്ടോ. ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് സെയിം കളറാണ്. കളറിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എടുക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കളർ നമുക്ക് പറഞ്ഞ് നമുക്ക് റിട്ടേൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കേട്ടോ, നമ്മളങ്ങനെ കളറിൻ്റെ ഇഷ്യൂ ഒരുപാട് വരാറില്ല. നമ്മൾ കളർ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐഫോണിനകത്ത് വീഡിയോ എടുക്കുന്നത്. അതാകുമ്പോൾ എക്സാക്റ്റ് നമ്മുടെ കളറ് അങ്ങനെ അങ്ങോട്ട് ബ്രൈറ്റ് ആയിട്ട് കാണിക്കില്ല. എൻ്റെ ഫോൺ സാംസങ് ആയിരുന്നു, പക്ഷെ അതിനകത്ത് ഭയങ്കര എന്താ പറയുക, നമ്മുടെ ഫേസൊക്കെ അങ്ങ് വെളുപ്പിച്ച് നമുക്ക് ഒത്തിരി സന്തോഷമൊക്കെ തോന്നും. അതോടൊപ്പം നമ്മുടെ ഡ്രസ്സിനെ അങ്ങോട്ട് ഭയങ്കര ബ്രൈറ്റ് ആക്കി കാണിക്കും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതിൽ വേണ്ട, അത്ര വ്യത്യാസം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഫോണിനകത്ത് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇങ്ങനെയാണ് വരുന്ന പാറ്റേൺ. രണ്ടും നല്ല കളറാണ്. രണ്ടും നമ്മൾ എപ്പോഴും കൊണ്ടുവരാറുന്ന ഒരു പാറ്റേണിലുള്ള കളറല്ല. ആ ഗ്രീൻ ആണെങ്കിൽ നല്ലൊരു പീസ്റ്റൽ ഷെയ്ഡിൽ, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നല്ല എക്സാക്റ്റ് ഒരു പിസ്ത ഗ്രീൻ കളറും അല്ല, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഇല്ലാത്ത ഒരു പാറ്റേണിൽ വരുന്ന കളറാണ്. അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യുക. M2XXL സൈസിൽ 999 ആണ് പ്രൈസ് വരുന്നത്. ഒരു പാർട്ടി വെയർ കളക്ഷനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ടോപ്പും ബോട്ടം സെറ്റ് വരുന്നതാണ് കേട്ടോ. ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് മെറ്റീരിയലിന്, അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കും കിട്ടും നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ. ഈ വർക്ക് ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളതും ഒരു വെറൈറ്റിയാണ്. നമ്മളെപ്പോഴും കൊണ്ടുവരുന്ന ഒരു പാറ്റേണിലല്ല ഇപ്രാവശ്യം നമ്മൾ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ചും കൂടി വെറൈറ്റി പിടിച്ചിട്ടാണ്, ഇച്ചിരി കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള. ഇനിയും വരുന്ന കളക്ഷൻസ് ഇതിലും വെറൈറ്റികളാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ. നോർമലി നമ്മൾ എപ്പോഴും എടുക്കാറുള്ള സ്ഥലങ്ങളിൽ നിന്നല്ല ഇപ്പം നമ്മൾ കളക്ഷൻസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മളെപ്പോഴും ഒരു എക്കണോമി റേഞ്ചിലാണ് ഐറ്റംസ് കൊണ്ടുവരാറ്. കുറച്ചും കൂടി വെറൈറ്റി വേണം, നല്ല കളക്ഷൻസ് വേണം. കസ്റ്റമേഴ്സിന് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പാറ്റേൺ, ഇപ്പോൾ നമ്മളെപ്പോഴും അജറക്കിൻ്റെ ഓരോ പാറ്റേൺ അല്ലെങ്കിൽ സ്ലിറ്റഡ് ഹാൻഡ് വർക്ക് അങ്ങനെയൊക്കെയുള്ള കളക്ഷൻസിലും വിട്ട് നമുക്ക് തന്നെ എപ്പോഴും ഒരേപോലത്തെ ഇടുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് വിചാരിച്ചിട്ടാണ് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഈ കൊച്ചിനെയും കൊണ്ടുപോയി കണ്ടുപിടിച്ച് ഐറ്റംസ് കൊണ്ടുവരുന്നത്. അപ്പം നിങ്ങൾ നല്ല സപ്പോർട്ട് തരിക, എന്നാലാണ് നമുക്ക് വീണ്ടും വീണ്ടും വെറൈറ്റികൾ എടുക്കാനോ അല്ലെങ്കിൽ പരീക്ഷിക്കാനോ സാധിക്കുള്ളൂ. നമ്മൾ പലപ്പോഴും ഞാൻ ആലോചിക്കും കസ്റ്റമൈസേഷൻ എൻ്റെ മനസ്സിലുള്ള ഐഡിയ വെച്ച് കസ്റ്റമൈസ് ചെയ്തെടുത്താലോ, പക്ഷെ നമുക്ക് അതിനുള്ള യൂണിറ്റോ കാര്യങ്ങളോ ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ കഴിവതും ഞാൻ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എന്നാലാണ് നമുക്കത് അങ്ങനെ ഒരു പ്രചോദനം കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കളക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് പാറ്റേൺ കണ്ട് ഇതിൻ്റെ അകത്ത് ഒരു ഇന്നറാണ്, ഇവിടെ വരെയുള്ള ഒരു ഇന്നറാണ്. ആ ഇന്നർ ഇട്ടിട്ട് പിന്നെ ഈ ഒരു പാറ്റേണിലുള്ള ടോപ്പ് മേലേക്കോടെ ഇടണം. ഇതിൻ്റെ നെക്ക് കാണാൻ നല്ല രസം. സാധാരണ ഇവിടെ വരെയുള്ള ഒരു കോളർ പോലെ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് താഴത്തേക്ക് പിന്നെ നോക്കുമ്പോൾ സ്ലിറ്റഡ് ടൈപ്പാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. കട്ടിയുള്ള ടൈപ്പാണ്. നമുക്ക് പിന്നെ ഇവിടെ വരെ സെപ്പറേറ്റ് ഇന്നർ ഉള്ളതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഈ സെയിം ഇതിൻ്റെ തന്നെ ബോട്ടാണ് വന്നിട്ടുള്ളത്. വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുള്ളൊരു ബോട്ടാണ് വന്നിട്ടുള്ളത്. സ്ലീവ് ആണെങ്കിൽ നല്ല ലെങ്ത്തിൽ 16-17 ഇഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു മടക്കം കൊടുത്തിട്ട് ഒരു ബട്ടൺ ഇങ്ങനെ കൊടുത്തേക്കുന്ന ടൈപ്പാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വേറെ ഇതിരിക്കുന്നത് ഒരു കോഫി ഷെയ്ഡും ഉള്ളിൽ ഒരു ഗ്രേ കളറിലുള്ള ഇന്നറുള്ള കോമ്പിനേഷനാണ്. രണ്ട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഫസ്റ്റ് കളർ ഇതാണ്. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം.
ഇതാണ് പാറ്റേൺ വന്നിട്ട്. ഇതാണ് ഇതിൻ്റെ ബോട്ടം. ബോട്ടമല്ല, ടോപ്പ് വന്നിട്ടുള്ളത് കണ്ട. ഇതിൻ്റെ നെക്ക് ഇങ്ങനെ പോവും, ഇച്ചിരി വൈഡായിട്ട് പോവും, ഇങ്ങനെ വരും. അപ്പോൾ അതിനാണ് നമ്മൾ അതിന് ഇന്നർ യൂസ് ചെയ്യുന്നത്. ആ ഇന്നർ ഇതാ ഇങ്ങനെയാണ്, സ്ലീവ്ലെസ് ആയിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള നെക്കൊക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഇന്നറാണ് പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്കാണ് ഇത് വരുന്നത്. പിന്നെ സ്ലിറ്റഡ് ആണ്, വേറെ നോർമൽ പിന്നെ കുർത്തി പോലെ തന്നെയാണ്. ഓക്കെ, അത് പാറ്റേൺ. ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡായിട്ടാണ് പോയിട്ടുള്ളത്. എന്നിട്ടൊരു നമുക്ക് ഡോറ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റ് കട്ട് പാൻറ് പോലെയാണ് വരുന്നത്. താഴെ ഇതുപോലെ തന്നെ ഒരു കട്ടിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു 38 ഇഞ്ചാണ് ബോട്ടത്തിന് ലെങ്ത് വരുന്നത്. ഇതാണ് കോമ്പിനേഷൻ കേട്ടോ. M2 XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 899 ആണ് വരുന്നത് കേട്ടോ. നല്ല രസമായിട്ട്, നല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇച്ചിരി കൂടി വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ട് സെറ്റ് പോലെയാണ്. കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ടും നമുക്ക് തോന്നും. ഇതിൻ്റെ തന്നെ വേറെ കളറുണ്ട്, അതും കൂടി കാണാം. അടുത്ത കളർ വന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇതിനകത്ത് കണ്ടോ നല്ല രസമുള്ളൊരു പ്രിന്റും വർക്കും കാര്യങ്ങളൊക്കെയാണ് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഇന്നർ വന്നിട്ടുള്ളത് ഈ നേവി ബ്ലൂവിനേക്കാളും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു നേവി ബ്ലൂ ആണ് ഇന്നർ വന്നിട്ടുള്ളത്. ഇങ്ങനെ വരും കേട്ടോ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. കളേഴ്സ് തമ്മിലുള്ളൊരു കോമ്പിനേഷൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം. ഇങ്ങനെ വരും നെക്കിൻ്റെ പാറ്റേൺ. ഇത് ഇങ്ങനെ തന്നെ വന്നു, നേരത്തെ കാണിച്ച പോലെ തന്നെ. ഇന്നർ വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലുള്ളതാണ്. ഇങ്ങനെ ഇന്നർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സെയിം പാൻറ്റ് നേരത്തെ കാണിച്ച പോലെ തന്നെ ഫ്രണ്ടിൽ ബാൻഡും പുറകിൽ ഇലാസ്റ്റിക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ സൈസ് ചാർട്ട് M മുതൽ XXL സൈസസിലാണ്. പ്രൈസ് വരുന്നത് 899 ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പുതിയ പാറ്റേൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത പ്രൈസൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടി വെറൈറ്റി വരുമ്പോൾ ഇത്തിരി കൂടി റേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാം ഒരു സാമ്പിൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ റേഞ്ചിലേക്ക് ഇടുന്നതാണ്. ഇതൊക്കെ നല്ല റേറ്റിനാണ് നമുക്ക് കിട്ടുന്നത്. ഹോൾസെയിൽ പ്രൈസ് പോലും നല്ല റേറ്റാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു നല്ല റേഞ്ചിലേക്ക് ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ റേഞ്ചിലേക്ക് ഇടുന്നത് കേട്ടോ. അതിന് അതിൻ്റേതായ ഒരു പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നെ നമ്മൾ എടുക്കുന്ന കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പർട്ടിക്കുലർ നോർമൽ ഹോൾസെയിലിലും വിട്ട് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടും വേറെ സ്ഥലത്തു നിന്നൊക്കെ എടുക്കുമ്പോഴാണ് റേഞ്ചിൽ ഇങ്ങനെ വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ പാറ്റേൺസ് നോക്കുക. കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇതൊക്കെ ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഗിവ് അവേയുടെ കാര്യം ആരും മറക്കരുത് കേട്ടോ. ഗിവ് അവേ നമുക്ക് നടക്കുന്നുണ്ട്. ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയ പ്രൊഡക്റ്റ് ഇട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോ, നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ പോയിട്ട ഒരു ഫോട്ടോ നമുക്ക് അയച്ചു തരിക. അതാണ് ഒരു ഗിവ് അവേ എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ ഗൂഗിളിൽ ഒരു റിവ്യൂ കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. 2 ഗിവ് അവേ ആണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 1 മാസം സമയമുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇനി നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻ കൊണ്ടുവന്നതിൽ 2 ഐറ്റം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇത് അത്ര പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. അവർ ഇത്ര സൈസ് അടിച്ചിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് തരുന്നതാണ്. അപ്പം വീണ്ടും അവർക്ക് ആ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന എല്ലാ കളക്ഷൻസും ഒന്നും നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 2 ഐറ്റമാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. അതിൻ്റെ കളക്ഷനിൽ കടയിൽ നിന്ന് ഞാൻ അതിങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. കാരണം അത് ഇട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. ഓൾറെഡി കാണിച്ചിട്ടുള്ളതല്ലേ എന്ന് വിചാരിച്ച് ഞാനത് വിട്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഞാനിതിൻ്റെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അത് രണ്ടും നമുക്ക് അവൈലബിൾ ആണ്. അതും ഇതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഇട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു ഇൻട്രോ ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തത് ഇതിൻ്റെ വൈറ്റ് കളർ കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത്. ഇത് അങ്ങനെ തന്നെ സെയിം ഫീച്ചറാണ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പട്ടി പോലെ കൊടുത്തിട്ട് കോഫിക്ക് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. പട്ടി പോലെ കൊടുത്തിട്ട് നല്ല നീറ്റായിട്ടാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. ഞാൻ മാനിക്യൂണിലും വേറെ ഇത് കാണിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കണ്ടോ. സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ ഇരിക്കും.
നല്ല രസമാണ് ഐറ്റം കാണാനായിട്ട്. മൾട്ടി കളറിലാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് പോയിട്ടുള്ളത്. പല കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ടും നല്ല കളറാണ്, വളരെ പെർഫെക്റ്റും ഈ ഒരു റേറ്റിന് അടിപൊളിയാണ്. നമുക്കൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ലുക്കും ഒരു സംഭവമൊക്കെ കിട്ടും ഇതിന്. ഇതിന് ലെങ്ത്ത് വരുന്നത് ഇതാ 47 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. 47 ഇഞ്ച് അത്യാവശ്യം നല്ല ലെങ്ത്ത് തന്നെ വരുന്നുണ്ട്. അതങ്ങനെയാണ് പ്രീമിയം ലെവൽ കുർത്തികൾക്ക് എല്ലാം തന്നെ നല്ല ലെങ്ത്ത് വരും. സ്ലീവിന് ഒരു 16.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. രണ്ടും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണെങ്കിലും അല്ലെങ്കിലും ഒരു പ്രീമിയം ലെവൽ കീപ്പ് ചെയ്യുമ്പോൾ ലൈനിങ് ഒഴിവാക്കി നല്ല സ്ട്രക്ചറിൽ കിടക്കാനും ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ മെറ്റീരിയലിൽ കണ്ടോ ഇങ്ങനെ ഒരു ചെക്ക് പോലെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രത്യേക തരം മെറ്റീരിയലാണ്, ഭയങ്കര ക്വാളിറ്റിയാണ്. നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ക്വാളിറ്റിയാണ്. ആ മെറ്റീരിയലിൻ്റെ ആണെങ്കിലും സ്റ്റിച്ചിങ്ങിൻ്റെ ആണെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും. നല്ല നീറ്റാണ് കേട്ടോ, കാണാൻ നല്ല രസമാണ്. മീഡിയം മുതൽ XXL സൈസസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് 999 ആണ് MRP. നമ്മൾ ഓഫർ പ്രൈസിൽ 949 ആണ് കേട്ടോ. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഇതൊരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ്. ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ക്ലാസി ലുക്കുള്ള ഒരു ഐറ്റമാണ്. ഇതിനൊരു പീസ് സെയിം കളറിലോ അല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണിൽ വരുന്നതിൻ്റെ ഒരു ഷാളൊക്കെ വെയർ ചെയ്താൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇതും ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ബോക്സ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് പോലെ വന്നിട്ട് ഇതെവിടെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ, പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ, പിന്നെ ഇതാ ഇങ്ങനെ 3 പാറ്റേൺ ആണ് പോയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല രസത്തിൽ ഒരു എംബ്രോയ്ഡറി വർക്കാണ്. ഒരു ഗ്രീനിൻ്റെ നടുക്ക് കൂടി ഒരു ലാവൻഡർ ആണ് ആ ഒരു ത്രെഡ് പോയിട്ടുള്ളത്. ഒരു മെഷീൻ എംബ്രോയ്ഡറി സ്ട്രക്ചറിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഇതും ഒരു വെറൈറ്റി ലുക്കുള്ള ഒരു ഐറ്റമാണ്. ഞാൻ എപ്പോഴും വീണ്ടും പറയുന്നു, ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നമ്മുടെ പ്രീമിയം റേഞ്ചിൽ വരുന്നതാണ്, ബുട്ടീക്ക് കളക്ഷനുമാണ്. ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. നമ്മളൊരു തുടക്കം എന്ന നിലയ്ക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല. ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ കൊടുക്കുമ്പോഴാണ് നമുക്കിത് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ കൊണ്ടുവരുന്ന ഒരു സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല. അത് കുറച്ചും കൂടി റേഞ്ചും ലെവലും വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നത് നല്ലൊരു വെറൈറ്റി പാറ്റേൺ. നമ്മളിത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടില്ല. സാധാരണ പിള്ളേരുടെ ഫ്രോക്കുകളിലൊക്കെയാണ് അങ്ങനെ പോയിട്ടുള്ളത്. ഇത് വളരെ ഡീസൻ്റ് ആയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ലുക്ക് വൈസ് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 46 to 47 റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഷിഫോണിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് വേറെയും സ്ലീവ് മാത്രമാണ് വിത്തൗട്ട് ലൈനിങ്ങിൽ വരുന്നത് കേട്ടോ. ഒരു ലൈൻ സ്ട്രക്ചറിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫ്ലീറ്റ്സ് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഫ്ലീറ്റ് പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഇതെങ്ങനെ വരും, നല്ല രസമാണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കുള്ള ഒരു പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല, പക്ഷെ ആ ഒരു കുർത്തിക്ക് നല്ലൊരു ലുക്ക് നൽകുന്നുണ്ട്. അത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. പുറകു വശം ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പ്ലെയിൻ ആണ്, നോർമൽ പ്ലെയിൻ ആണ്. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയും പ്രൈസ് വരുന്നത് 999 ആണ് കേട്ടോ. 999 ആണ്. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 949 ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ഞാൻ ഇട്ട് കാണിച്ച എല്ലാ കളക്ഷൻസും പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് നമ്മൾ തൊട്ട് മുമ്പേ കാണിച്ചിട്ടുള്ളത്. അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നല്ല മെറ്റീരിയലാണ്. ചിലതൊക്കെ ബ്രാൻഡിൽ വരുന്നത് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പിന്നെ കുറച്ചുകൂടി വെറൈറ്റിയാണ് കൊണ്ടുവരാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അത് നമ്മൾ മാക്സിമം അതിന് വേണ്ടി തന്നെയാണ് ഇനിയും ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കാം. സൈസുകളൊക്കെ വേണമെങ്കിൽ ഒരു സൈസ് മുന്നോട്ട് എടുക്കാൻ നോക്കുക. ഒരു കാരണവശാലും ചെറുത് എടുക്കരുത്. നിങ്ങൾക്ക് ടൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളൂ. പിന്നെ എല്ലാവരും നമുക്കിത് കിട്ടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഓർഡർ എടുത്താൽ നാളെ പാക്ക് ചെയ്ത് അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. ഓർഡർ എടുക്കുന്ന ദിവസം നമുക്ക് പാക്കിംഗ് നടക്കില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് നമ്മൾ പാക്കിങ്ങിലിരിക്കുക. അന്നും നമുക്ക് ഓർഡേഴ്സ് വരും. അന്ന് പിന്നെ പോട്ടെ, ആ വീഡിയോ ഇട്ടതിൻ്റെ അത്ര തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അന്ന് പാക്കിങ് നടത്തും. അന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ
ഇവിടുന്ന് ഡിസ്പാച്ച് ആയി പോവുള്ളൂ. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വിചാരിക്കുക കേട്ടോ. അത് പാക്ക് ആ 3ാമത്തെ ദിവസമാണ് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ശനിയാഴ്ചയാണ് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞായർ അവധിയാണ്, പിന്നെ തിങ്കളാഴ്ചയെ പോവുള്ളൂ. അതൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേക്കണം. പലരും അയ്യോ ഇത്ര ദിവസമായാലും കിട്ടിയില്ലല്ലോ എന്നൊരു ഇത് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവരോടും ഇത് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ചും കൂടി കളക്ഷൻസ് ഇടുന്നതാണ്. അപ്പോൾ അതും കൂടി കാണാമല്ലോ. കുറേ പേർക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുന്നില്ല, ഇത്രയും ലെങ്തി ഉള്ള വീഡിയോസ് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമും കൂടി ഇനി കുറച്ചും കൂടി കയറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ഇടാറില്ല ഇൻസ്റ്റാഗ്രാമിൽ, കാരണം വെച്ചാൽ ഇവിടെ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഐറ്റംസ് സ്റ്റോക്ക് തീർന്നു പോകും. പിന്നെ ഇൻസ്റ്റയിൽ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നാലും ഇനിയും നമ്മൾ അതിനും കൂടി സമയം കണ്ടെത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.